ഹലോ. ആരും ഇല്ല ഇവിടെ. ഒരു കുറേ കാലമായി ഞാനും പാപ്പും കൂടി ഒരു ലൈവ് വന്നിട്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞങ്ങൾ ലൈവ് വന്നത് നമ്മൾ ബാലി പോകുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്നാണ്. റൈറ്റ്? യെസ്. അതേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇത്തവണ ഞങ്ങൾ രണ്ടാളും കൂടി ഞങ്ങളൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് പോവാണ്. എവിടേക്കാണെന്ന് ഞങ്ങൾ ഇന്ന് പറയില്ല. ഗസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഇടും എവിടേക്കാണ് ഞങ്ങൾ പോണത് എന്നുള്ളത്. ഓക്കെ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി തനിച്ചു പോകാന്ന് പറഞ്ഞാൽ ശരിയല്ല, എന്നാൽ പോലും രണ്ടുപേരും കൂടി ഞങ്ങൾ ഇങ്ങനൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നാളെ പറയാം. നാളെ ഞങ്ങൾ അവിടുന്ന് ലൈവ് വരാം. നിങ്ങൾക്ക് ഗസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ മെസ്സേജ് ആയിട്ടിട്ടാൽ മതി, കമന്റ് ആയിട്ടിട്ട്. അപ്പം ഞങ്ങൾ വായിക്കാം. ഇപ്പം ഞങ്ങൾ എയർപോർട്ടിലാണ്, അബുദാബി എയർപോർട്ടിലാണ്. വന്നു, ചെക്കിനൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഞങ്ങളുടെ ഒരു ജസ്റ്റ് 1 hour കൂടിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിന്. ഹായ് 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 ഹായ്. നീ ഇങ്ങോട്ട് ഇരിക്കുക, അല്ലെങ്കിൽ കാണില്ല. യെസ്, അതൊന്നും കുഴപ്പമില്ല. അടുത്തേക്ക് ഇരിക്കുക. പാപ്പു പറ. പാപ്പുവിനെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എല്ലാവരും. പോയി വരൂ പറയുന്നുണ്ട് സുനിൽ അങ്കിൾ. ഹായ് സോളി, ഹായ് സുബായ്, ഹായ് സുബിനേഷ്. പാപ്പുവിന് ഇവിടെ ജൂലൈ 4 മുതൽ, അവർക്ക് ജൂലൈയിലും ഓഗസ്റ്റിലുമാണ് ഇവിടെ ദുബായിൽ അവളുടെ സ്കൂളിൽ വെക്കേഷൻ. സോ ഞങ്ങൾ അവൾ വെക്കേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു കുറേ കാലമായി ഒരു ട്രിപ്പ് പോയിട്ട്. നമ്മൾ ലാസ്റ്റ് പോയത് എങ്ങനെയായിരുന്നു? അസർബൈജാൻ അല്ലേ? അസർബൈജാൻ. അവിടുത്തെ വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ലാസ്റ്റ് ഡിസംബറിലാണ് പോയത് നമ്മൾ അല്ലേ? ഡിസംബറിലാണ് പോയത്. സോ ഇപ്പം എത്രയായി? 5-6 മാസമായി. 7 മാസമായി. സോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ ഞാനും പാപ്പും കൂടി ഞങ്ങളൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ്, എന്താവുമെന്ന് അറിയില്ല. ഞാനും പാപ്പും പറയായിരുന്നു ദാസനും വിജയനും പോലെയാണ്, ഞങ്ങൾ ജമ്പനും തുമ്പനും പോലെയാണ്. ഇപ്പം തന്നെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഒപ്പിച്ചു അല്ലേ പാപ്പു? എന്തായാലും പോയി വരട്ടെ, വന്നിട്ട് പറയാം. ഹായ്, ഹാപ്പി ജേർണി. താങ്ക് യു. ഹായ് അഭിലാഷ്, തോമസ്, സുവീഷ്. പിന്നെ എന്തൊക്കെയുണ്ട്? പാപ്പുവിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാണ്ടോ? പാപ്പു കുറേ ദിവസമായില്ലേ ഞാൻ പറയായിരുന്നു പാപ്പുവിൻ്റെ അടുത്ത്. പാപ്പുവാണ് സ്റ്റാർ അപ്പിയറൻസ്, സെലിബ്രിറ്റി സ്റ്റാർ അപ്പിയറൻസ് ഓഫ് ദ ലൈഫ്. ഇപ്പൊ പാപ്പു പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഭയങ്കര ജാടയാണ്. അങ്ങനെ വരാൻ പറഞ്ഞാലൊന്നും ലൈവില് വരുന്നില്ല. നമ്മള് പാപ്പുവിന്റെ ടോക്ക് മിസ് ചെയ്യുന്നില്ലേ? സോളി ആന്റി ഇങ്ങനെ മലയാളം പറഞ്ഞാലൊന്നും പാപ്പുവിന് മനസ്സിലാവില്ല. പാപ്പു അവിടെ ഇരുന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്താ പോലെ പാപ്പു വായിക്ക്. സോളി ആന്റി പറഞ്ഞു വായിച്ചേ. നയന മനോഹരി. നയന മനോഹരി പറഞ്ഞെന്തർത്ഥം? നയനം പറഞ്ഞെന്തർത്ഥം? കണ്ണ് പൊണ്ടക്കാളി. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് മലയാളത്തില്. നല്ല കണ്ണാണ് പറഞ്ഞതാണ് സോളി ആന്റി. നാട്ടിൽ നല്ല മഴയാണ് പറയേണ്ടത് സുബൈർ. ആക്ച്വലി സുബൈർ ഞങ്ങൾക്ക് മഴയൊന്ന് കാണാൻ കൊതിയായിട്ട് വയ്യ. എനിക്ക് സത്യം ഞാൻ മഴ ഭയങ്കര മിസ് ചെയ്യാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്ന് മഴയൊന്ന് നനയണം. ഇവിടെ എന്നെ എപ്പോഴും കളിയാക്കും. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് മഴ മിസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ മഴ കേട്ടോ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 24 തീയതിയാണ് നാട്ടിലേക്ക് എത്തുക. ആ സമയത്ത് നല്ല മഴ ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥന ഉള്ളൂ. എനിക്ക് മഴയൊന്ന് കാണണം, മഴയൊന്ന് ആസ്വദിക്കണം. പിന്നെ മഴയത്ത് ഒലിഞ്ഞു പോവുക. മഴയത്ത് ഒലിച്ചു പോത്രേ. ഹായ് പാപ്പു. പിന്നെന്തൊക്കെയാണ്? അപ്പോൾ യാത്ര നാളെ പറയാം. നാളെ ഞങ്ങൾ പോണ സ്ഥലത്ത് നിന്ന് ലൈവ് ചെയ്യാം കേട്ടോ. ലൈവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ അവിടുത്തെ സംഗതികളും ഞങ്ങളുടെ പരിപാടികളൊക്കെ കാണിച്ചു തരാം. മഴ കുറച്ച് കൊടുത്തു വിടാന്ന് പറയുന്നുണ്ട് അജിത് അങ്കിള്. ദുബായിൽ മഴ പെയ്തതിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? നമ്മുടെ നാട്ടിലെ പോലെ ദുബായിൽ മഴ പെയ്താൽ ദുബായ് ഒരു ദിവസം കൊണ്ട് ഒലിച്ചു പോകും. ഇവിടെ മഴ ശരിയാവില്ല. പാപ്പുക്കുട്ടി എന്തെങ്കിലും മിടിക്കല്ലേ? സാറിന് ആകെ തിരക്കല്ലേ അവിടെ. ഇന്ന് ഉമ്മൻചാണ്ടി സാറുടെ 1ാം വാർഷികമാണ്. സാറ് മരിച്ചിട്ട് ഒരാണ്ട് തികയാണ്. പിന്നെ പാലക്കാട് ബൈ ഇലക്ഷൻ വരുന്നു. അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലാണ് സാറ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ സാറിനെ ബുദ്ധിമുട്ടിച്ചില്ല. ഇത്തവണ ഞങ്ങൾ രണ്ടുപേരും കൂടി, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലേ പാപ്പു സാർ? ഇവിടെ ചൂട് എവിടെ? ദുബായിലല്ലേ? അയ്യോ, ദുബായിൽ നല്ല ഉഗ്രം ചൂടല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നാട്ടിലെ മഴ മിസ് ചെയ്യണമെന്ന്. പിന്നെ നീ വീടിൻ്റെ ഉള്ളിലിരിക്കണോണ്ട. വീടിന് പുറത്തിറങ്ങണവർക്ക് നല്ല ചൂടുണ്ട്. വീട്ടിൽ AC ഇട്ടിരിക്കുമ്പോ ഒരു ചൂടും അറിയില്ല. ഇല്ലടി.
എവിടെ കുറച്ച് ഈ ലൈവ് ഒക്കെ ഞാൻ എപ്പോഴും ലൈവിൽ വരുന്നുണ്ടല്ലോ. ആഴ്ചയിൽ 2 ലൈവെങ്കിലും നമ്മൾ വരുന്നുണ്ട്. എല്ലാവരും 24 ന്യൂസിന്റെ ഗുഡ് നൈറ്റ് ന്യൂസ് കാണാറില്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഹെൽത്ത് ടിപ്പുമായിട്ട് ഡോക്ടറിൽ നിന്നുള്ള പരിപാടിയിൽ ഞാൻ വരുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി 24 ന്യൂസിന്റെ ഗുഡ് നൈറ്റ് ന്യൂസ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. അവർ രാത്രി നമ്മുടെ ഇന്ത്യൻ ടൈം 10 to 11:30 കുറച്ച് ലേറ്റാണ്, അതൊന്നും നിവൃത്തിയില്ല, അവരുടെ ടൈം അങ്ങനെയാണ്. അപ്പം അതിലെ ഒരു സെഗ്മെന്റ് എല്ലാ ദിവസവും ഒരു ഹെൽത്ത് ടിപ്പുമായിട്ട് ഞാൻ 24 ന്യൂസിൽ വരുന്നുണ്ട്. പാപ്പു സിംഗർ ആണോ ചോദിക്കുന്നുണ്ട്. അല്ല. ഓക്കെ. പാപ്പു സ്കൂളിൽ പോയില്ലേ? പാപ്പുന്റെ സ്കൂൾ പൂട്ടി സോബിൻ. പാപ്പുന്റെ സ്കൂള് ജൂലൈ ഓഗസ്റ്റ് ഇവിടെ വെക്കേഷനാണ്. അപ്പം ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞ് ഡയറക്റ്റ്ലി നമ്മൾ എങ്ങോട്ടാ? കേരള. ഞങ്ങൾ നേരെ നാട്ടിലേക്ക് വരിക. കുവൈറ്റ് ബോർഡറിൽ 55 ഡിഗ്രി ആണെന്നാണ് പറയുന്നത് സോമൻ അങ്കിൾ. നമ്മുടെ ഇവിടെ അത്രയും ഇല്ല, 40 എത്തി തോന്നുന്നു. എവിടേക്കാണ് യാത്ര എന്ന് നാളെ പറയാം സന്തോഷ്. അത് ഇന്ന് ഗസ് ചെയ്യൂ നിങ്ങൾ എങ്ങടെ ആയിരിക്കും ഞങ്ങൾ പോണത്. അടുത്തൊരു കുഞ്ഞു കൺട്രിയിലേക്കാണ്, അധികം ദൂരമൊന്നും ഇല്ലാത്ത ഒരു 3-4 മണിക്കൂർ മാത്രം ദുബായിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു കുഞ്ഞു കൺട്രിയിലേക്ക്. നാളെ അവിടുന്ന് ഞങ്ങൾ ലൈവ് വരാം കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ ഇവിടെ സമയം എത്രയായി? ഇപ്പൊ ഇവിടുത്തെ സമയം 4:40. ഞങ്ങളുടെ ഫ്ലൈറ്റ് 5:50. കേരളത്തിൽ ഞങ്ങൾ പാലക്കാട് മണ്ണാർക്കാടാണ് ഞങ്ങളുടെ സ്വന്തം നാട്. പിന്നെന്തൊക്കെയാണ്? എവിടേക്കാണ് പോകുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു സർപ്രൈസ് വേണ്ടേ? ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് കാണുമ്പോൾ രസം ഉണ്ടാവില്ല. ഞങ്ങൾ അവിടെ പോയിട്ട് പറയാം ഏതാണ് സ്ഥലം എന്ന്, അല്ലെങ്കിൽ സ്ഥലം കാണിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഏതാണ് സ്ഥലം. സുഖാണല്ലോ മെൽജോ. രോഗികൾ കൂടാൻ കാരണം എന്താണ്? ഇപ്പൊ പനി സീസൺ അല്ലേ? നമുക്ക് എല്ലാ കൊല്ലവും ഇത് സർവ്വസാധാരണമാണ് നമ്മുടെ കേരളത്തിലെ കാര്യം. ഈ ഒരു മഴ സീസൺ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊതുകൾ പെറ്റുവരുന്ന കാരണവും അങ്ങനെ ജലം മലിനമാവണ കാരണവും മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയൊക്കെ നമ്മുടെ അവിടെ സ്ഥിരമായിട്ട് വരുന്നതല്ലേ. ഡോക്ടർക്കും മോൾക്കും വിജയാശംസകൾ. റഫീഖ് അങ്കിൾ പറയുന്നത് ഞാനും മണ്ണാർക്കാടാണ്. യെസ്, നമ്മുടെ സ്വന്തം കേരളം പറയേണ്ട ഷൈജു അങ്കിള്. യെസ്, കേരളത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല കേട്ടോ. അത് നമുക്ക് വേറെ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് മനസ്സിലാവുക. കേരളം ഇനി എന്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും നമ്മുടെ സ്വന്തം നാടിൻ്റെ രസം, നമ്മുടെ മഴ, നമ്മുടെ കാറ്റ് അതൊക്കെ വ്യത്യാസം തന്നെയാണ്. പാപ്പു ഞാനിതൊക്കെ പറയുമ്പോൾ എന്നെ കളിയാക്കും. പാപ്പുന് ദുബായ് ആണ് ഇഷ്ടം, പക്ഷേ ഐ മിസ് കേരളം. പുതുപ്പള്ളിയിൽ എന്തായാലും വരും. ഇന്നിപ്പോൾ സോബിൻ മാത്യു ചോദിക്കുന്നുണ്ട് പുതുപ്പള്ളിയിൽ. ഇന്നിപ്പോൾ സരിൻ സാറ് ആക്ച്വലി 2 ദിവസം അഡ്മിറ്റ് ആയിരുന്നു ന്യൂമോണിയയായിട്ട്. എന്നിട്ട് അതുപോലും വകവയ്ക്കാതെ ഉമ്മൻചാണ്ടി സാറിന് 1-ാം ദിനം പുതുപ്പള്ളിയിൽ ഉണ്ടാവണം എന്നുള്ള ഒറ്റ നിർബന്ധമായി ഡിസ്ചാർജും വാങ്ങിയിട്ടാണ് സരിൻ സാറ്. ഞങ്ങൾ ഒന്നും കേട്ടില്ല. 2 ദിവസമായിട്ട് അഡ്മിറ്റ് ആയിരുന്നു ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റലിൽ. അത് കേൾക്കാതെയാണ് അവിടുന്ന് ഡിസ്ചാർജൊക്കെ വാങ്ങി ആൾ ഇന്നലെ തന്നെ കോട്ടയത്തേക്ക് പോയി. മൊത്തം പനിയാണ് നാട്ടിലത്. അതെ. റെയിൻ വന്ന പനി വരും. അതെ, റെയിൻ വരുമ്പോൾ പനി വരും. ഹാപ്പി ജേണി. സരിഞ്ചി കൂടെ ഇല്ല റഹ്മത്തുള്ള. സരിഞ്ചിയുടെ കാര്യം അപ്പോൾ പറഞ്ഞത്. സരിഞ്ചിക്ക് വയ്യായിരുന്നു, ന്യൂമോണിയ ആയിട്ട് ആക്ച്വലി അഡ്മിറ്റ് ആയിരുന്നു ഒറ്റപ്പാലത്ത്. പക്ഷേ ഡിസ്ചാർജ് ആവേണ്ട സമയമൊന്നും ആയില്ല. പക്ഷേ ആൾ ഡിസ്ചാർജൊക്കെ വാങ്ങി ഇപ്പോൾ ഇന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ പുതുപ്പള്ളിയിലുണ്ട്. ഡെൽമ ഐലൻഡ് അല്ല. അബ്ദുൾ റൌഫ് പറയുന്നുണ്ട് കുന്തിപ്പുഴ എന്നെ കാണിക്കാൻ വന്നിട്ടുണ്ട് ആശുപത്രിയിൽ എന്നുള്ളത്. ജ്യോതി പറയുന്നുണ്ട് ഖത്തറിലേക്കാണെന്ന്. ഖത്തറിലേക്കല്ല, പക്ഷെ ഖത്തറിൽ അധികം ഞാൻ നെക്സ്റ്റ് മന്ത് വരും ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട്. വേറെന്താണ്? അപ്പൊ എന്തായാലും ഇനി കുറച്ച് ഒരാഴ്ചക്ക് നമുക്ക് ഹെൽത്ത് ടോക്കുകൾ ഉണ്ടാവില്ല. അതിന് പകരം നമ്മൾ എന്ത് ടോക്കിടും? നമ്മൾ പോകുന്ന സ്ഥലത്തെ പറ്റിയിട്ടുള്ള കുഞ്ഞു സ്ഥലങ്ങളെ പറ്റിയിട്ടുള്ള കുഞ്ഞു വീഡിയോസ് ഞങ്ങൾ ഇടാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആ സ്ഥലങ്ങൾ കാണാറോ. യാത്രാ മംഗളാശംസകൾ പറയുന്നുണ്ട് ജമാലുദ്ദീൻ അങ്കിൾ. ഷെരീഫ് അങ്കിൾ പറയുന്നുണ്ട് സരിന് സുഖമാവട്ടെ. യെസ്, എല്ലാം പറയാട്ടോ, ഞാൻ പറയാം. രജൻലാൽ പറയുന്നുണ്ട് സൈലന്റ് വാലി. യെസ്, സൈലന്റ് വാലിയൊക്കെ എന്ത് രസമുള്ള സ്ഥലമല്ലേ. മണ്ണാർക്കാട് കൂടെയാണല്ലോ സൈലന്റ് വാലിക്ക് പോവാൻ. സന്ദീപ് ചോദിക്കുന്നത് സരിൻ വരുന്നില്ല. ഇല്ല, സരിൻ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ഗേൾസ് ഓൺലി ടൂറാണ്. അമ്മയും മകളും മാത്രമുള്ള ടൂർ. സൈലന്റ് അല്ല. ഓക്കെ, ഒമാനും അല്ല. ഒമാൻ ഞങ്ങൾ പോയി
ആക്ച്വലി. ഹിന്റ് കൊടുക്കട്ടെ? വേണ്ട വേണ്ട, ഹിന്റ് വേണ്ട. പാപ്പുവിന് പാവം തോന്നുന്നു. പാപ്പുവിന് ഹിന്റ് കൊടുക്കട്ടെ. എന്താ ഹിന്റ് കൊടുക്കാൻ പോണ്? നോട്ട് എനി UAE. ആ, അങ്ങനെ 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 ഗൾഫ് കൺട്രി അല്ല എന്നാണ് പാപ്പു പറയുന്ന ക്ലൂ. ഞങ്ങൾ പോകുന്നത് ഗൾഫ് കൺട്രികളല്ല. അപ്പൊ ഒമാൻ അല്ല, ഖത്തർ അല്ല. പിന്നെന്താണ്? യെസ്, പിന്നെന്താ, നാട്ടിൽ വന്ന ലൈവ് വരുമല്ലോ, എന്തായാലും വരും. എനിക്ക് നാട്ടിലേക്ക് ഒന്ന് എത്തിയാൽ മതി. 24-ാം തീയതി പുലർച്ചെ ഞങ്ങൾ നാട്ടിലെത്തും. കോഴിക്കോട്ടേക്കാണ് പോകുന്നത് ഇവിടുന്ന്. യെസ്, ഇതിൽ ഒരാൾ കറക്റ്റ് സ്ഥലം പറഞ്ഞിട്ടുണ്ട്. അതാരാന്ന് ഞാൻ പറയുന്നില്ല. പാപ്പു കണ്ടില്ലേ? ആ, പാപ്പുക്കുട്ടി മുടി നീട്ടി വളർത്തുന്നു. പാപ്പുക്കുട്ടി മുടി തൊടാൻ സമ്മതിക്കില്ല. ഞാനത് കുറെ ആയി പറയുന്നു, അതൊന്ന് കുഞ്ഞിതാക്കി വെട്ടി നമുക്ക് നിർത്താം. നമ്മൾക്ക് ലോങ് ഹെയർ വേണം. യെസ്, യൂറോപ്പ് അല്ല കേട്ടോ. യൂറോപ്പ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നാളെ പറയാം കേട്ടോ. അവിടെ എത്തി വീഡിയോ ചെയ്യാം കേട്ടോ സോമൻ. യെസ്, ഡെഫിനറ്റ്ലി ചെയ്യാം. ഓക്കെ, എന്നാൽ ഞങ്ങൾ പതുക്കെ വിടട്ടെ. ഇനി ഇരുന്നാൽ ചിലപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് പോവും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് നല്ല ടെൻഷനാണ്. ഞങ്ങൾ രണ്ടാളും കൂടി തനിയെ പോകുന്ന ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ എല്ലാവർക്കും നാളെ നമുക്ക് അവിടുന്ന് കാണാം. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് അബുദാബിയിലാണ്. നാളെ വേറൊരു കൺട്രി, വേറൊരു രാജ്യത്ത് വെച്ചിട്ട് നമുക്ക് കാണാം. അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ലൈവ് വരാം. ഓക്കെ, അപ്പോ പാപ്പു ആൻഡ് അമ്മ signing off. Bye. അസർബൈജാൻ ഞങ്ങൾ പോയതാ. യെസ്, ഓക്കെ. അപ്പൊ എല്ലാവർക്കും ബൈ കേട്ടോ. സുഖമായിട്ടിരിക്കും, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ആരോഗ്യത്തോടു കൂടി ഇരിക്കും. ബൈ.